അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു ചെടി നന്നായിട്ട് പരിചയപ്പെട്ടു അല്ലേ, അതിലെന്തൊക്കെ പ്രശ്നമാണ് അപ്പോൾ എല്ലാം നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോപ്പിച്ചെടി എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. അതിൻ്റെ കയ്യിൽ കുറേ ഉണ്ട് കേട്ടോ. അതൊക്കെയാണ് നമ്മൾ കാണിച്ചു തരാൻ പോണത്. ഈ പോപ്പിച്ചെടി എങ്ങനെ കാണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എല്ലാതും ഒന്നും കാണിച്ചു തരാണ്. പോപ്പിച്ചെടീൻ്റെ കയ്യിൽ കുറേ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതൊരു ടൈപ്പാണ്. ഇതമ്മ ഒരു എല്ലാതും ചിലമ രണ്ട് കളറൊക്കെ വരും. ഇത് ഒരു ഡാർക്ക് പിങ്കും അതിലൊരു വൈറ്റുമാണ്. ഇതൊരു ഡാർക്ക് റെഡും അതിൽക്കൂടെ ഒരു വൈറ്റുമാണ്. അങ്ങനെയാണ് ഈ ഒരു സെറ്റും അടുത്ത ചെടി ഇതിൻ്റെ അപ്പുറത്താണ്. ഇതൊരു ലൈറ്റ് പിങ്ക് മനുഷ്യ കളറൊക്കെ പറയാം. ഈ ഒരു കളറാണ് ഈ ഒരു ചെടിക്ക് വരുന്നത് കേട്ടോ. പിന്നെ പീസയുടെ ഇവിടെ മൊത്തം പോപ്പിച്ചെടിയാണ്, ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ പറഞ്ഞ സെയിം ചെടിയാണ്. പിന്നെ ഇത് പിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് എനിക്കിത് തോന്നുന്നു അത് മണ്ട് എന്തായാലും ഒരു പൂവ് ഒക്കെ ഒരു ഇതാട്ടോ. ഇത് റെഡും പിങ്കും തന്നെ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ഉണ്ടായിട്ട് വരുന്നുള്ളൂ കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു പോപ്പിച്ചെടി എന്ന് പറയുന്നത്. നമുക്ക് ഞാൻ അതിൻ്റെ അപ്പുറത്താണ് ചെടി പരിചയപ്പെടാം. ഞാൻ എന്താണ് ആ വീഡിയോടൊപ്പം വേറെ ചെടിയിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ അപ്പത്തിന് ഷൂട്ട് ചെയ്യാനും പറ്റില്ല, വീഡിയോ എടുക്കാനും പറ്റിയിരുന്നില്ല, എന്തൊക്കെ ബിസിയായി പോയിട്ടു. അതുകൊണ്ടാണ് എനിക്ക് പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഒരു 3-4 ചെടിയെല്ലാം പരിചയപ്പെടുത്തി തരുന്നതാണ്. അടുത്ത ചെടി ഇവനായിട്ട് എൻ്റെ ഫേവറേറ്റ് ചെടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണിത്. എല്ലാവരും വന്നാലും എൻ്റെ വീട്ടിൽ ആരും വന്നാലും ഇതുമെന്നൊരു പൊട്ടി ചോദിച്ചോട്ടെ, പക്ഷേ കൊടുക്കാറില്ല. മനഃപൂർവ്വം കൊടുക്കാറില്ല. ഇത് ആകെ ലേസം തന്നെ ഉള്ളൂ, ഈ ഒരു ചെടീനേ ഉള്ളൂ. ഇതുമെന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാലും ഞാൻ പറയും എൻ്റെ വീടിൻ്റെ അപ്പുറത്തോലേക്കാണ് ചോദിക്കുക. ഞാൻ പറയും തരാം ഒന്ന് വലുതായിക്കോട്ടെ എന്ന് പറയും. മേടിച്ചപ്പോൾ ഒരിത്ര തണ്ടുണ്ടായിരുന്നത്, അപ്പം തന്നെ ഒരാൾ ചോദിച്ചാൽ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് വലുതായിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പോൾ ഇതാണ് സെറ്റ് ചെടിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഉമ്മാൻ്റെ കുട്ടിയൊന്ന് കൊടുക്കുന്ന കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പോപ്പിയാണ്, ഞാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് അറിയുമ്പോൾ മുള്ള ചെടിയാണ്. അവിടെ കാണിച്ച മുള്ളച്ചെടി തന്നെയാണ്. പക്ഷെ ഇതിനൊരു പ്രത്യേകത ഉണ്ട്, ഇത് ചെടി വളരില്ല കേട്ടോ, പൂവേ വളരില്ല. ഇതിനെന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല. ഇതിന് ഇങ്ങനത്തെ ചെടിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ മ്യൂസിക് ഉണ്ടാവും, അമ്പലത്തിൽ നിന്ന് മ്യൂസിക് ഉണ്ടാവും, കൊണ്ടാണ് അതിൻ്റെ ഒരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊരു മുള്ള് നല്ല ഡേഞ്ചറസ് മുള്ളാണ്. പക്ഷെ ഇതുമെന്ന് കുഴപ്പമില്ല, എന്താ വെച്ചാൽ പാല് അത്രയ്ക്ക് വരുമില്ല, എന്നാൽ ഉണങ്ങിയും കണ്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. നമുക്ക് അടുത്ത് പരിചയപ്പെടാം. അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു ചെടി വട്ടത്തിൽ നിൽക്കണം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, ഇച്ചിരി ഇത്ര പോകുന്നൊരു പൂവൊക്കെ ആയിട്ട്, അതാണ് ഈ ചെടി കേട്ടോ. ഇതിപ്പോൾ എമ്മാൻ്റെ നിന്ന് വന്നത് തന്നെയാണ്, പക്ഷെ ഇത് വളർന്നിട്ടില്ല, അവിടെ ഉള്ളൂ. പിന്നെ ഈ കാണുന്നത് ഈ പുല്ല് പോലെ വളർന്ന് നിൽക്കുന്ന ഒരു ചെടിയല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ 2 താരമുണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ 2 താരമുണ്ട്. അപ്പോൾ അത് മൊത്തം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇതിൻ്റെ അടുത്തുള്ള ഓരോ ചെടികളാണ്, സെയിം ടു സെയിം ആണ്. ഇതാണ് ഇതിൻ്റെ ഒരേപോലത്തെ കളർ വ്യത്യാസമുള്ളൊരു ചെടിയാണ്. ഇത് അതിൻ്റെ അപ്പുറത്ത് വേറൊന്നുണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ ചെടിയാണ്. പിന്നെ പരിചയപ്പെടുത്തി തരട്ടോ, കണ്ടു. ഇത് മൊത്തം അങ്ങനെയാണ്, അങ്ങനെ പോയാൽ അങ്ങനെ ഉണ്ട് കുറച്ചൊക്കെ. പിന്നെയെന്ന് പറയുമ്പോൾ ഒരു ഹാങ്ങിങ് ചെടിയാണ്. ഈ ഒരു ഹാങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെടിയാണ്. പക്ഷെ ഇത് ഹാങ് ചെയ്യാൻ സാധനമില്ല, ഒന്നും ഉണ്ടായിരുന്നത്, അപ്പോൾ ഇവിടെ തൂക്കിട്ടു. ഇനിയിപ്പോൾ അത് വേറെ കിട്ടിയതാണ് കേട്ടോ. ഇതൊരു അടിപൊളിയാണ്, എൻ്റെ ലീഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇതിനെപ്പറ്റി വേറെ ഒന്നും അറിയില്ല. എനിക്ക് ചെടിയുടെ പേരൊന്നും പ്രത്യേകിച്ചിട്ടൊന്നും അറിയുമൊന്നുമില്ല കേട്ടോ. ആകെ ഒരു പൂപ്പിച്ചെടിയുടെ പേരുള്ള അറിയാം. പിന്നെ അപ്പുറത്ത് ഞാൻ കാണിച്ചത് തന്നെയാണ്. ഇത് ഒരു ഹാങ്ങിങ് അല്ല, കിച്ചൺ പ്ലാന്റ് ആണെന്നൊക്കെ പറയും. കിച്ചണ്, സിറ്റൗട്ട്, അവിടെയൊക്കെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിത് വെക്കുന്നതാണ്. ഞങ്ങൾ വെക്കാറുണ്ടായിരുന്നു സിറ്റൗട്ടിൽ, പക്ഷെ ഇപ്പോൾ ഇത് വെക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ കുറച്ചുണ്ടായിരുന്നു, പിന്നെ ഞാൻ വളർത്തിയെടുത്തിട്ട് 2 ദിവസം ഇതാകെ ഉണങ്ങിക്കായിരുന്നു. ഈ ഒരു കളറായിരുന്നു ലീഫ്, ഒരു ഓറഞ്ച് യെല്ലോ കളറായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ടാവില്ലേ, ഇതാക്കണ്ട ഇതുപോലെ ആയിരുന്നു ചിലയിലൊക്കെ. പിന്നെ ഞങ്ങൾ നീര് ആക്കിയെടുത്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ചെടിയാണ്, ഒന്നിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ ഇതും ഇങ്ങനെ അടിപൊളിയായിട്ടൊരു വെറൈറ്റി ലീഫ് ചെടിയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രത്യേകത, കളറും പ്രത്യേകതയാണ്. അതേപോലെ മെയിൻ പ്രത്യേകത ഈ ഒരു ലീഫിൻ്റെ ഒരു ഷേപ്പാണ്, പല്ലത്തൊരു ഷേപ്പും വരും കേട്ടോ. പിന്നെ അതിൻ്റെ അവിടേക്കൊന്നുമില്ല. ഈ പോകുമ്പോഴൊക്കെ എവിടെയും ചെടി നമ്മൾ മിസ്സായിട്ടുണ്ടായിരുന്നു. ഈ ചെടീൻ്റെ പേരും എനിക്കറിയില്ല. അപ്പോൾ ഇതൊരു പർപ്പിൾ ഷെയ്ഡായിട്ടുള്ളൊരു കളറ് ചെടി, പക്ഷേ ഇതൊരു അടിപൊളി കളറാട്ടോ. ഇത് ഒരു പൊന്തയിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ വെട്ടിയതായിരുന്നു. പാമ്പ് എന്തെങ്കിലും വിചാരിച്ചിട്ട് ഇതിന് മുമ്പ് കേട്ടോ, കല്ലിടുന്നതിന് മുമ്പ് ഉള്ള ചെടിയായിരുന്നു ഇത്. പക്ഷെ ഇതിപ്പോൾ ഒരു പൊട്ട് കിട്ടിയിട്ടോ. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ 2 ടൈപ്പ് ആക്കിയിട്ടുണ്ട്, പാർട്ടാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇതോടെ അവസാനിച്ചിരിക്കുന്നു കേട്ടോ. വേറെ ഒന്നും ഇതിൽ പറയാതെ കുറച്ച് ചെടിയുള്ളൂ ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.